ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ പുതിയൊരു ദിവസം. ഇന്നൊരു വർക്കുള്ള ദിവസമായിരുന്നു ഗായ്സ്. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെരുപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ പുതിയ ചെരുപ്പായതുകൊണ്ട് നിങ്ങൾ വലിയ മിണ്ടൊന്നും ആക്കണ്ട. അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയിട്ട് ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ടൗണിലേക്ക് വിട്ട് ഗായ്സ്. ടൗണിൽ നിന്നും കുറച്ച് പോകാനുണ്ട് ഗായ്സ്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ചെരുപ്പ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടുണ്ടാവും. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാനുള്ളവരെ കുറച്ചെന്തോ സാധനം എന്തോ മിസ്സായിട്ട് ആദ്യം എടുക്കാൻ പോയി ഗായ്സ്. പിന്നെ അമ്മ ഇന്ന് വീഡിയോ എടുക്കാൻ പോയത് ബേക്കൽക്കോട്ടയിൽ. ബേക്കൽക്കോട്ട അറിയാത്തവരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റെല്ലാം എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അടുത്ത അമ്പലത്തിൽ എന്തോ പരിപാടി തോന്നുന്നു നിറച്ചോളുണ്ടായി. പിന്നെ ഞാൻ ഈ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇത് ഞാൻ കുറേ കൊല്ലമായും തോന്നുന്നു ഞാൻ അടുത്തേക്ക് വന്നിട്ട്. ഇവിടെ ഫുള്ളാകെ ചേഞ്ച് ആയി. അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഇല്ലെങ്കിലും ഒരു സൈലുണ്ടായ സ്ഥലം. ഇതാണ് രണ്ടാമത്തെ ഡ്രസ്സ്. എങ്ങനെയുണ്ട് അങ്ങനെ ഇതിൻ്റെ ഉള്ള വീഡിയോ കൂടെ എടുത്തിട്ട് പിന്നെ ഞാൻ വെറുതെ അവിടെ പോയിട്ടിരുന്നു. ഇങ്ങനെ സൈലൻ്റുള്ള ഇടത്തിൽ ഇരിക്കുമ്പോൾ എന്തോ ഒരു സമാധാനമെല്ലാം കിട്ടുന്നു. എന്തേന്ന് അറിയുന്നില്ല. അങ്ങനെ പിന്നെ മുകളിൽ പോയിട്ട് കുറച്ച് കാറ്റെല്ലാം കൊള്ളാൻ വിചാരിച്ചിട്ട് മുകളിൽ പോയിട്ട് കുറച്ച് കാറ്റും കടലെല്ലാം നോക്കിയിട്ട് നിന്ന് കുറച്ച് സമയം. ഫസ്റ്റ് എൻ്റെ അടുത്തൊക്കെ അടുക്കുന്നതുണ്ടായിട്ട് പിന്നെ എൻ്റെ നിന്ന് കിഞ്ഞിട്ടേ ഇല്ല. വയ്യായിട്ട് നമുക്ക് തട്ട് തിരി പറഞ്ഞിട്ട് എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടായിന്. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞാൻ്റെ മോളെയും കണ്ടിനി. ഓളെ ഒരു കസിനായിട്ട് വരും ഈ കുഞ്ഞി. അങ്ങനെ ഓളെ തന്നെ നേരെ ചായ കുടിക്കാൻ കൊണ്ടുപോയി ഗൈസ്. രാവിലെ ഒട്ടൊന്നും തിന്നിട്ടുണ്ടായിട്ട. പിന്നെ എന്നെ ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ ചായ നമ്മൾ ചീസെല്ലാം ആക്കിയിട്ട് കുടിച്ചിട്ട് കുറച്ച് വെജിറ്റബിൾ നഗറ്റ്സും തിന്നിട്ട് അതിലും പൈപ്പ് തന്നിട്ട. അങ്ങനെ ഉണ്ടാക്കി ഓള് അൽഫാമും പൊറോട്ടയെല്ലാം ഓർഡറാക്കി. അങ്ങനെ ഞാനായിരുന്നു ഒരു പൊറോട്ട എടുത്തിട്ട് കുറച്ച് കറിയെല്ലാം കൂട്ടിയിട്ട് മുക്കിയിട്ട് ബിസ്മില്ല കൂട്ടിയിട്ട് തിന്നു. പിന്നെ കുറച്ച് ഡ്യൂവും കുടിച്ചിട്ട് പാത്രമെല്ലാം ഞാൻ കാലിയാക്കി ഗൈസ്. എന്നിട്ട് ലാസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് കൈ പോകാൻ പോയി. കയ്യിലെങ്കുമ്പോൾ പിന്നെ നമുക്ക് മിററെല്ലാം കണ്ടെങ്കിൽ പിന്നെ മിററെല്ലാം കുറച്ച് നോക്കിയിട്ട് അങ്ങനെയെല്ലാം നമുക്കൊരു തന്നെയല്ലേ പെണ്ണുങ്ങൾക്കുള്ള സ്വഭാവം തന്നെ അത്. അങ്ങനെ പിന്നെ ഓളും ഉണ്ടാവട്ടെയിട്ട് അതിൻ്റെ കുറവാക്കണ്ടായിട്ട് ഓളിയും കൂട്ടി ഞാൻ എടുത്ത്. പിന്നെ അവിടെ ജാറിന് എന്തെല്ലാം ഉണ്ടായിരുന്നു. ഇഷ്ടമെല്ലാം കാണുമ്പോൾ നമുക്ക് പയ്യെ ഓർമ്മയിൽ വരുന്നു ഉണ്ടാക്കാൻ. വയസ്സിൻ്റെ ബാക്കോട്ടൊക്കൊന്നും പോകാമല്ലോ. അങ്ങനെ ബാക്കത്തുള്ള ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞാനും ഓളും ഫുഡ് ആക്കിയത് ഗൈസ്. പിന്നെ എനിക്ക് പറയാൻ പറ്റുമോ ഗൈസ്, ഇതാണ് ഗൈസ് ഓറൽ ട്രോഫി. പിന്നെ എൻ്റെ ചെരുപ്പ് കാണിക്കൽ സ്ഥിരം പരിപാടി. അങ്ങനെ ഞാൻ ടൗണിലേക്ക് എത്തിയിട്ട് നേരെ മാമക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ വാങ്ങാൻ പോയി. അധികം ഉറപ്പില്ലാത്ത മാങ്ങ നോക്കി എടുക്കണമെന്നല്ല ഉമ്മ പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്കറിയുന്നത്. പിന്നെ ആ പിള്ളേരോട് എൻ്റെ പറ്റിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോട് നല്ല മാങ്ങ ഇട്ട് വെച്ച് ഞാൻ മാങ്ങി മേങ്ങിയിട്ട് ഒരു കുപ്പി വെള്ളവും മേങ്ങിയിട്ട് ബസ് കയറി ഗൈസ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.